വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഇഡിയംസിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇഡിയം എന്ന് മനസ്സിലാക്കാം. An idiom is an expression in English language that has a special meaning of its own. ഈ ഇഡിയം എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അതിന് ഒരു പ്രത്യേക മീനിങ് ഉണ്ട്. അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീനിങ് അതിനുണ്ട്. ഇറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ മീനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. ആ ഇഡിയത്തിലത്തെ ഇൻഡിവിജ്വൽ വേർഡ്സിന് മീനിങ്ങുമായിട്ട് യാതൊരുവിധ ബന്ധവും ആ ഇഡിയത്തിന്റെ മീനിങ്ങിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഇഡിയത്തിലത്തെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ അർത്ഥം വെച്ചുകൊണ്ട് നമുക്ക് ആ ഇഡിയത്തിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. The 11th hour preparation will not help the students. ഈ ഒരു സെന്റൻസിൽ 11th hour എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. 11th hour അതായത് at the last moment എന്നാണ് അർത്ഥം. ലാസ്റ്റ് മൊമെന്റ്, അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് എന്നാണ് ഏത് ഇഡിയത്തിന്റെ അർത്ഥം? 11th hour. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് അത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് വിൽ നോട്ട് ഹെൽപ്പ്. 11th hour preparation, the 11th hour practice will not help. അവൻ എപ്പോഴും അങ്ങനെയാണ്, ദ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് അവൻ എപ്പോഴും ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവൾ ലാസ്റ്റ് മിനിറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഓൾവേസ് ഇൻ ദ 11th hour she will study. The bus stop is around the corner. ഇവിടെ റൗണ്ട് ദ കോർണർ എന്ന് പറയുന്നതാണ് ഇഡിയം. എന്താണ് അതിന്റെ അർത്ഥം? ദ ബസ് സ്റ്റോപ്പ് ഈസ് റൗണ്ട് ദ കോർണർ എന്ന് വെച്ചാൽ, റൗണ്ട് ദ കോർണർ എന്ന് വെച്ചാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്താണ് എന്നാണ് പറയുന്നത്. ദ ബസ് സ്റ്റോപ്പ് ഈസ് റൗണ്ട് ദ കോർണർ. ദ ഷോപ്പ് ഈസ് റൗണ്ട് ദ കോർണർ. മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് റൗണ്ട് ദ കോർണർ. അതായത് വളരെ അടുത്താണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് സെന്റൻസുകൾ ഫ്രെയിം ചെയ്തുകൊണ്ട് ഇഡിയത്തിനെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ അത് മറക്കുകയില്ല. Idioms meanings. All ears. All ears എന്ന് വെച്ചാൽ അതൊരു ഇഡിയമാണ്. അതിന്റെ മീനിങ് എന്താണ്? ഈഗർ ടു ലിസൺ. ചെവികൾ നമുക്ക് എന്തിനാ ഉപയോഗപ്പെടുന്നത്? കേൾക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇഡിയം ഒക്കെ വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ വെക്കാം, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളതൊക്കെ. ഓൾ ഇയേഴ്സ് എന്ന് വെച്ചാൽ ഈഗർ ടു ലിസൺ. അപ്പൊ നമ്മൾ ചോദിക്കണം, എന്താണ് ഞാൻ എൻ്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താണ് കേൾക്കുന്നേ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി മറുപടി പറയാം, ഐ ആം ഓൾ ഇയേഴ്സ്, ഐ ആം ഈഗർലി ലിസണിങ് ടു യു. അതായത് ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് നമുക്ക് മറുപടി പറയാം. ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഐ ആം ഈഗർലി ലിസണിങ്. അപ്പൊ ഓൾ ഇയേഴ്സ് എന്നുള്ളത് ഒരു ഇഡിയം. അതിന്റെ മീനിങ് ഈഗർ ടു ലിസൺ. ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്, അതൊരു ഇഡിയം. ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്, ബാറ്റിനെ പോലെ ബ്ലൈൻഡ്. അതിന്റെ അർത്ഥം എന്താണ്? അണേബിൾ ടു സീ ക്ലിയർലി. വവ്വാലിനൊന്നും കണ്ണു കാണില്ല, അപ്പൊ ഒന്നും ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത്. ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പൊ ഒരു ചോദിക്കുകയാണ്, നീ ഇന്നലെ വൈകുന്നേരം റെയിൻബോ കണ്ടോ? അപ്പൊ നമ്മൾ മറുപടി ആയിട്ട് പറയണം, ഇല്ല, ദ സ്കൈ വാസ് ക്ലൗഡി, ഐ ആം ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്. യെസ്റ്റർഡേ എന്ന് ഉപയോഗിച്ചുകൊണ്ട് the sky was cloudy and I was as blind as a bat, so I couldn't see the rainbow. As blind as a bat എന്ന് വെച്ചാൽ unable to see clearly, ശരിക്കൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. beat around the bush എന്നുള്ള ഇഡിയത്തിന്റെ അർത്ഥം to waste time. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ചോദ്യം ചോദിച്ചു, ആ കുട്ടി ആ ചോദ്യത്തിന്റെ ആൻസർ പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഇഡിയം അവിടെ ഉപയോഗിക്കാം. വൈ ആർ യു ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, കം ടു ദ പോയിന്റ്, ടെൽ മീ ദ ആൻസർ എന്നൊക്കെ പറയാം. അതായത് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ചോദിച്ച കാര്യത്തിന് മറുപടി പറയാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ടു വേസ്റ്റ് ടൈം എന്നാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്നതിന്റെ അർത്ഥം. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഓവർകം ഇനീഷ്യൽ ഷൈനസ്.
ആ തുടക്കത്തിലുള്ള ആ ഒരു ഷൈനസ് മാറ്റിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ദ ഐസ്, ഹാവ് എ സെക്കൻഡ് തോട്ട്, റീകൺസിഡർ എ ഡിസിഷൻ. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു സെക്കൻഡ് തോട്ട് നല്ലതാണെന്ന് പറയും. ഡോണ്ട് ബി ഹറി, ഹാവ് എ സെക്കൻഡ് തോട്ട്. അതായത് ഒന്നും കൂടി ആ തീരുമാനത്തിനെ ഒന്നും കൂടി ഒന്ന് റീകൺസിഡർ ചെയ്യുക എന്നാണ് ഹാവ് എ സെക്കൻഡ് തോട്ട് എന്നതിന്റെ അർത്ഥം. ഈ ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും ശരി, റിട്ടൺ ഇംഗ്ലീഷ് ആയാലും ശരി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ അൺഎബിൾ ടു സീ ക്ലിയർലി, എനിക്കൊന്നും ശരിക്കും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ് എന്നൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക. ഇഡിയംസ് മീനിങ്സ്. ഇൻ ഡീപ് വാട്ടേഴ്സ്. ഇൻ ഡീപ് വാട്ടേഴ്സ് എന്നുള്ള ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? ഇൻ ബിഗ് ട്രബിൾ, ഒരു ട്രബിളിൽ പെട്ടിരിക്കുകയാണെന്നർത്ഥം. ഇപ്പൊ വെള്ളത്തിന്റെ അടിയിൽ പെട്ടാലുള്ള അവസ്ഥ അത് തന്നെ, ബിഗ് ട്രബിൾ തന്നെ. അതൊന്ന് മനസ്സിലാക്കിയ. ഡീപ് വാട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ബിഗ് ട്രബിൾ. ഹി ഈസ് ഇൻ ഡീപ് വാട്ടേഴ്സ് ബിക്കോസ് ഓഫ് ഹിസ് ഫൈനാൻഷ്യൽ പ്രോബ്ലം. അതിന്റെ അർത്ഥം എന്താണ്? ഹി ഈസ് ഇൻ ബിഗ് ട്രബിൾ ബിക്കോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ പ്രോബ്ലം. ഷീ ഈസ് ഇൻ ഡീപ് വാട്ടേഴ്സ് ബിക്കോസ് ഓഫ് ദ പ്രോബ്ലംസ് എന്നൊക്കെ പറയാം. ഡീപ് വാട്ടേഴ്സ് എന്ന് വെച്ചാൽ ബിഗ് ട്രബിൾ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വെരി റെയർലി, അപൂർവമായിട്ട് സംഭവിക്കുന്നതിനാണ് എന്ത് പറയുക? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇപ്പൊ നമ്മളടുത്ത് ചോദിക്കുകയാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും വിളിക്കാറുണ്ടോ? അപ്പൊ നമുക്ക് പറയാം, നോ, ഹി വിൽ കോൾ മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. റെയർ ആയിട്ട് എന്നെ വിളിക്കാറുള്ളൂ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അവൾ വിളിക്കാറുള്ളൂ. ഓവർ ദ മൂൺ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹാപ്പി. He is over the moon because he won the match. She is over the moon because she got first rank in the class. Over the moon എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹാപ്പി. അപ്പൊ എക്സ്ട്രീംലി ഹാപ്പി എന്നതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഏത് ഇഡിയം ഉപയോഗിക്കാം? ഓവർ ദ മൂൺ. ഐ ആം ഓവർ ദ മൂൺ. ഹി ഈസ് ഓവർ ദ മൂൺ. എക്സ്ട്രീംലി ഹാപ്പി. മൂണിന്റെ അതിന്റെ അർത്ഥം, ആ സെന്റൻസ്, ആ വേർഡത്തെ അർത്ഥമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇഡിയത്തിന്റെ അർത്ഥത്തിന്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, എന്താണ് അതിന്റെ അർത്ഥം? റെയിനിങ് ഹെവിലി. അപ്പൊ നല്ല ശക്തമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വളരെ ശക്തമായ മഴയാണെന്ന് അർത്ഥം. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ സംസാര ഭാഷയിലും. നമുക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ മഴയുണ്ട്? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുക. അതായത് ഹെവി റെയിൻ ആണ്. ദ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് വെച്ചാല് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ടത്. എ തിങ് ദറ്റ് ഈസ് ലൗഡ് മോർ ദാൻ എനിത്തിങ് എൽസ് എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. തിങ്സ് ദാറ്റ് ഈസ് പ്രീഷ്യസ്. ദ ആപ്പിൾ ഓഫ് വൺസ് ഐ. ഹിസ് ന്യൂ കാർ ഈസ് ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. അവന്റെ പുതിയ കാർ ഉണ്ടല്ലോ, അവൻ ഏറ്റവും പ്രീഷ്യസ് ആണ്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഇഡിയം ഉപയോഗിക്കാം. ഹിസ് ന്യൂ കാർ ഈസ് ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. അതായത് അവന്റെ കാറിന് അത്രമാത്രം ഇഷ്ടമാണ് എന്നർത്ഥം. ഇഡിയംസ് ആൻഡ് മീനിങ്സ്. അണ്ടർ ദ സൺ. അണ്ടർ ദ സൺ എന്നുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? എനിവർ ഓൺ എർത്ത്. സൂര്യന്റെ താഴെയുള്ള എന്തും. എനിവർ ഓൺ എർത്ത് എന്നാണ് അതിന്റെ മീനിങ്. ബെഡ് ഓഫ് റോസസ് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ പൊസിഷൻ, വളരെ സമാധാനമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് ബെഡ് ഓഫ് റോസസ് എന്നുള്ളതിന്റെ അർത്ഥം. ഇത് ഉപയോഗിച്ചുള്ളൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം എന്ന് പറയുന്നത് ബെഡ് ഓഫ് റോസസ് അല്ല. ഫ്രം ബർത്ത് ടു ഡെത്ത് കംഫർട്ടബിൾ പൊസിഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ജീവിതം. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് യുവർ ഓൺ ബിസിനസ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അപ്പൊ നിങ്ങൾ ബിസിനസ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതൊരു ബെഡ് ഓഫ് റോസസ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിറയെ ചാലഞ്ചസ് യു ഹാവ് ടു ഫേസ്. ബെഡ് ഓഫ് റോസസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കംഫർട്ടബിൾ പൊസിഷൻ. ലയൻസ് ഷെയർ എന്നുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? മേജർ ഷെയർ. കൂടുതൽ ഷെയർ എനിക്ക് വേണം എന്ന് പറയണമെങ്കിൽ ലയൻസ് ഷെയർ എന്ന് ഉപയോഗിക്കാം നമുക്ക്. ഐ നീഡ് എ ലയൻസ് ഷെയർ ഇൻ ദാറ്റ് കേക്ക്. ആ കേക്കിലത്തെ മേജർ ഷെയറും എനിക്ക് വേണം എന്ന് നമുക്ക് പറയാം. വിത്ത് എ ബാങ് എന്ന് വെച്ചാൽ ഇൻ എ വെരി എക്സൈറ്റിംഗ് വേ. വിത്ത് എ ബാങ്, ദാറ്റ് പ്രോഗ്രാം എൻഡഡ് വിത്ത് എ ബാങ് എന്ന് പറയാം. വളരെ എക്സൈറ്റിംഗ് വേയിലാണ് ആ പ്രോഗ്രാം എൻഡ് ആയത്.
അവസാനിച്ചത്. വിത്ത് എ ബാങ് എന്ന് വെച്ചാൽ എന്താണ്? എക്സൈറ്റിംഗ് വേ. ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടാസ്ക്. ഈസി ടാസ്ക് അല്ല, ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ കഷ്ടമുള്ള ഒരു ടാസ്ക് ആണ്. എന്തിന്റെ മീനിങ് ആണത്? ഹെർക്യൂലിയൻ ടാസ്ക് എന്നുള്ള ഇഡിയത്തിന്റെ. എന്താണ് അവിടെ? ക്ലൈംബിംഗ് ഹിൽസ് അലോൺ ഈസ് എ ഹെർക്യൂലിയൻ ടാസ്ക്. ഇപ്പൊ ഒരു മലയിലേക്ക് ട്രെക്കിങ്ങിന് തനിയെ പോവുകയാണെങ്കിൽ അത് ഒരു ഹെർക്യൂലിയൻ ടാസ്ക് ആണ്. എന്നാൽ വിത്ത് ഫ്രണ്ട്സ് പോവുകയാണെങ്കിൽ അത് ഈസിയാണ്. ഇപ്പൊ ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നർത്ഥം. ദ ബേണിംഗ് ക്വസ്റ്റ്യൻ എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ദ മെയിൻ ക്വസ്റ്റ്യൻ ഓർ ദ മെയിൻ പ്രോബ്ലം. ഇപ്പൊ അടുത്ത ആഴ്ച എക്സാം തുടങ്ങുന്നു. അപ്പൊ നമുക്കൊരു കുട്ടീൻ്റെ അടുത്ത് ചോദിക്കാം, മൈ ബേണിംഗ് ക്വസ്റ്റ്യൻ ഈസ് ഡിഡ് യു പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാം? നീ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ദാറ്റ്സ് ദ ബേണിംഗ് ക്വസ്റ്റ്യൻ. ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ. കാരണം നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങുന്നു. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബേണിംഗ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ. ദ ബേണിംഗ് ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ഡിഡ് യു പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാം. അങ്ങനെ കുറച്ച് സെന്റൻസും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് എന്നും ഓർമ്മയിൽ നിൽക്കും. ദ ബേണിംഗ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ മെയിൻ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ ദ ബേണിംഗ് ക്വസ്റ്റ്യൻ ഈസ് ഹു വിൽ വിൻ ദ എലക്ഷൻ. ഇപ്പോൾ ഒരു മാച്ച് നടക്കുകയാണ്, ആ ഫൈനൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ബേണിംഗ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബേണിംഗ് ക്വസ്റ്റ്യൻ ഈസ് ഹു വിൽ വിൻ ദ മാച്ച്. അതായത് ആ സമയത്തുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ. ഇഡിയംസ് ആൻഡ് മീനിങ്സ്. നിങ്ങളോടുള്ള റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് എമംഗ് യുവർ ഫ്രണ്ട്സ്. ടു ബി ഓൺ ക്ലൗഡ് 9 എന്താണ് ആ ഇഡിയത്തിന്റെ അർത്ഥം? അത് ഓവർ ദ മൂൺ എന്നുള്ളതിന്റെ സെയിം മീനിങ് ആയിട്ടാണ് ഇത് വരുന്നത്. ടു ബി ഓൺ ക്ലൗഡ് 9. വി ആർ ഓൺ ക്ലൗഡ് 9 എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വി ആർ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് അതിന്റെ മീനിങ്. വി ആർ ഓൺ ക്ലൗഡ് 9. He is on cloud 9 because he got first rank. As good as gold. ഗോൾഡിനെ പോലെ ഗുഡായത്. വെരി വെൽ ബിഹേവ്ഡ്. എല്ലാ വ്യക്തികളും എന്തിനു ശ്രമിക്കണം? ആസ് ഗുഡ് ആസ് ഗോൾഡ്. ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന ഇഡിയത്തിന്റെ മീനിങ് മേക്ക് എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ തുടക്കം കുറിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ടേൺ ഓവർ എ ന്യൂ ലീഫ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ക്യാറ്റിനെ ബാഗിന്റെ പുറത്ത് എടുക്കുക എന്നുള്ളതൊന്നും അല്ല ഈ ഇഡിയത്തിന്റെ മീനിങ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ ഗിവ് എവേ എ സീക്രറ്റ്. ഒരു രഹസ്യത്തിനെ പരസ്യമാക്കുക എന്നാണ് അർത്ഥം. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ ഗിവ് എവേ എ സീക്രറ്റ്. എനിക്കിനി ഈ സീക്രറ്റിനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഐ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ രഹസ്യം പരസ്യമാക്കി. ഇങ്ങനെ ഇഡിയത്തിനെ കൂടുതൽ നിങ്ങൾ അറിയുകയും അതിന്റെ മീനിങ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലും കൂടി ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എക്സ്ട്രീംലി ഹാപ്പിയാണ് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ ആം ഓൺ ക്ലൗഡ് 9 എന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഹി ഈസ് ആസ് ഗുഡ് ആസ് എ ഗോൾഡ് എന്ന് വെച്ചാൽ അവൻ നല്ലൊരു, ഹി ഈസ് ആസ് ഗുഡ് ആസ് ഗോൾഡ്, അവൻ നല്ല ബിഹേവിയർ ഉള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഇഡിയത്തിന് സ്പോക്കൺ ഇംഗ്ലീഷിലും കൂടി നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്.